റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു ദ ഡിഫെൻഡിംഗ് ചാമ്പ്യൻ. നോക്കൂ, ഈ സീസൺ IPL ആദ്യമായി പ്ലേ ഓഫിലെത്തുന്ന ടീമായി മാറി RCB. ഇന്നലെ ധരംശാലയിൽ നടന്ന മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത RCB 11 റൺസ് എടുത്ത ജേക്കബ് പത്തേലിനെ നഷ്ടപ്പെട്ടു. പക്ഷേ 58 റൺസ് എടുത്ത കിങ് കോഹ്ലി, 45 റൺസ് എടുത്തിട്ടുള്ള നമ്മുടെ ദേവദത്ത് പടിക്കൽ, ഇന്നലെ രജത് പട്ടിദാർ കളിച്ചില്ല. അതിന് പകരം ആയി വന്നിട്ടുള്ള വെങ്കടേഷ് അയ്യർ 73 റൺസ് മനോഹരമായി കളിച്ച് 4 വിക്കറ്റിന് 222 റൺസ് എടുത്തു. തുടർന്ന് ബാറ്റിംഗ് ഇറങ്ങിയ പഞ്ചാബ് കിങ്സിനെ ഭുവനേശ്വർ കുമാറിന്റെ തീപാറുന്ന പന്തുകളിൽ നോക്കൂ, 0-ന് പ്രയാൻഷ് ആര്യനെ ഔട്ടാക്കി, 2 റൺസ് എടുത്ത പ്രാപ് സിമ്രാനെ ഔട്ടാക്കി. ശക്തമായ ഒരു ബൗളിംഗ് അറ്റാക്ക് ഭുവനേശ്വർ കുമാർ നടത്തി. അവർക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. നമുക്ക് 37 റൺസ് എടുത്ത കൂപ്പർ കനൂരി, ഒരു റൺ എടുത്തിട്ടുള്ള നമ്മുടെ ക്യാപ്റ്റൻ ശ്രേയസ് അയ്യർ, ദെൻ 37 റൺസ് എടുത്ത മാർക്കസ് സ്റ്റോയിനിസ്. പക്ഷേ ശശാങ്ക് സിംഗ് 56 റൺസും എടുത്തിട്ട് നമ്മൾ കളി ഒന്ന് തിരിച്ചു പിടിക്കാൻ നോക്കിയെങ്കിലും 199 റൺസിന് 8 വിക്കറ്റിൽ എടുക്കാനാണ് അവർക്ക് പറ്റുള്ളൂ. 23 റൺസിന് പഞ്ചാബ് തോൽപ്പിച്ചു. തുടർച്ചയായ 6ാമത്തെ തോൽവി പഞ്ചാബിന്റെ. നോക്കൂ, ഇപ്പോൾ ശനിയാഴ്ച നടന്ന മത്സരത്തിൽ നമ്മളെ GTനെ KKR 29 റൺ തോൽപ്പിച്ചു. ഇന്നലെ നടന്ന 2ാമത്തെ മത്സരത്തിൽ നമ്മുടെ RR 5 വിക്കറ്റിന് തോറ്റു ഡൽഹിയോട്. നോക്കൂ, ഇപ്പോഴത്തെ പോയിന്റ് നില നോക്കൂ, 18 പോയിന്റുമായിട്ട് RCB 1ാം സ്ഥാനത്താണ്. ദെൻ 16 പോയിന്റുമായിട്ട് GT 2ാം സ്ഥാനത്ത്. ദെൻ 14 പോയിന്റുമായിട്ട് SRH 3ാം സ്ഥാനത്ത്. ദെൻ 13 പോയിന്റുമായിട്ട് പഞ്ചാബ് കിങ്സ് 4ാം സ്ഥാനത്ത്. ദെൻ 5ാം സ്ഥാനത്ത് നമ്മുടെ RR, 6ാം സ്ഥാനത്ത് നമ്മുടെ ചെന്നൈ. ഇന്ന് നടക്കാൻ പോകുന്ന മത്സരം അതാണ് വളരെ ഇമ്പോർട്ടന്റ് മത്സരം. SRHും CSKയും തമ്മിലാണ് മത്സരം. ഇന്ന് CSK ജയിച്ചാൽ CSK പഞ്ചാബിനെ 5ാം സ്ഥാനത്തേക്ക് പിന്തള്ളി 4ാം സ്ഥാനത്തേക്ക് വരും. അതോ SRH ജയിക്കുകയാണെങ്കിൽ SRH ആ സ്ഥാനം നിലനിർത്തും. പക്ഷേ ഒരു നല്ല റൺ റേറ്റിൽ ജയിക്കുകയാണെങ്കിൽ അവർ GTനെ കവർ ചെയ്തിട്ട് അവർ 2ാം സ്ഥാനത്തേക്ക് വരും.